നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹോസ്പിറ്റലിൽ, അതായത് ഐസിയുവിൽ കിടക്കുന്ന രോഗിയെ നിങ്ങൾ നേരിട്ട് പോയി സന്ദർശിച്ചിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഒരു രോഗിയെ, അതായത് ഐസിയു റൂമിലുള്ള ഒരു രോഗിയെ ആദ്യമായിട്ട് എന്റെ ലൈഫിൽ സന്ദർശിച്ചത്. അത് വേറെ ആരായിരുന്നില്ല, എന്റെ സ്വന്തം ഉമ്മയായി. ഇതേ ഓഗസ്റ്റിൽ, ഏകദേശം ഒരു വർഷം തീയാണ്. ഇതേ ഓഗസ്റ്റ് മാസത്തിലാണ് എനിക്ക് ഇവിടെ നാട്ടിൽ നിന്ന് ഫോൺ വരുന്നു, ഉമ്മാക്ക് കുറച്ചും സീരിയസ് ആയിട്ടുണ്ട്, മംഗലാപുരം AJ ഹോസ്പിറ്റൽ ഐസിയുവിലാണ്, അത് വരണം എന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഭയങ്കര സീരിയസ് ആണോ? അങ്ങനൊന്നുമില്ല, എന്തായാലും നിങ്ങൾ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായി, പെട്ടെന്ന് തന്നെ പാസ്പോർട്ട് എന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഉടനെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അവർ പറഞ്ഞു, ഐസിയുലുള്ള രോഗിയെ കാണാൻ 2 അവസരം മാത്രമേ കിട്ടുള്ളൂ ഒരു ദിവസം, 2 ആൾക്ക്. അതായത് രാവിലെ 11 മണിക്കും രാത്രി 7 മണിക്കും ഒരാൾക്ക് കിട്ടും. എല്ലാവരും മക്കളൊക്കെ നോക്കി, എന്റെ ഇച്ചാമാരൊക്കെ നാട്ടിലുണ്ടായിരുന്നു, അപ്പൊ ഞാൻ മാത്രമാണ് ഗൾഫിലുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, രാവിലെ 11 മണിക്ക് തന്നെ എത്തണം എന്ന രീതിയിൽ ഫ്ലൈറ്റ് എടുക്കണം, അല്ലെങ്കിൽ രാത്രി 8 മണിക്ക് വരുന്ന രീതിയിൽ എടുക്കാം. 2 ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു രാവിലെ തന്നെ എടുക്കുന്ന രീതിയിൽ ഞാൻ ബുക്ക് ചെയ്യും. അങ്ങനെ നേരെ ഞാൻ മംഗലാപുരത്ത് AJ ഹോസ്പിറ്റലിലേക്ക് പോയി. 9 മണിക്ക് ഞാൻ അവിടെ എത്തി ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ അവർ പറഞ്ഞു 11 മണി വരെ വെയിറ്റ് ചെയ്യാൻ. 11 മണിയായ ശേഷം ഞാൻ ICU റൂമിലേക്ക് കടന്നു പോയി. ICU റൂമിൽ എനിക്കറിയാം, അവിടെ ഒരാളെ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ, വേറെ ഒരാളെയും അവിടെ പ്രവേശിക്കില്ല. കാരണം ICU റൂമിൽ അവിടെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ എന്തെങ്കിലും അലർജിയോ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന കാരണത്താൽ ഞാൻ പോയി. ആദ്യമായിട്ടാണ് ICUയിൽ. അതും എന്റെ ഉമ്മ ഒന്ന് ആലോചിച്ചു, ഉമ്മ ഒറ്റക്ക് എന്നെ ഇങ്ങനെ വിറച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ICU നൽകുമ്പോൾ നല്ല കോൾഡ്. അപ്പൊ ഹൃദയത്തിന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ ചെയ്യണം എന്ന രീതിയിലാണ് കൊണ്ടുപോയത്. ഓപ്പറേഷൻ 80% ബ്ലോക്ക് ആയിരുന്നു. ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഉമ്മാന്റെ ജീവൻ തന്നെ അത് ഭീഷണിയാകുമെന്നുകൊണ്ടാണ് ഓപ്പറേഷന് വേണ്ടി അവിടെ ഐസിയുയിൽ കിടക്കും. ഉമ്മ എന്നെ കണ്ടു, ആ ഓക്സിജൻ എടുത്ത് ഒരുപാട് സന്തോഷമായി. നീ എന്റെ മോന് അത്തു എന്നാണ് ഉമ്മ എന്നെ വിളിക്കുന്നത്. അത്തു മോൻ, നീ വന്നോ? എനിക്ക് എന്തെന്നറിയില്ല, ഇന്നലെ വൈകുന്നേരമായപ്പോ നല്ല നെഞ്ചു വേദന, ഇതുപോലുള്ളൊരു വേദന ഒരിക്കലും എനിക്ക് വന്നില്ല, എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് ഉമ്മ ഇങ്ങനെ വരച്ച് പറയുന്നത്. ഇന്നലെ രാത്രി എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കാനേ പറ്റുന്നില്ല എന്ന് വറക്കുന്ന ആ ഒരു ശബ്ദത്തോടെ പറയുമ്പോൾ ഞാൻ ഉമ്മയോട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട ഉമ്മ എന്ന് പറഞ്ഞു. ഞാൻ ഉമ്മയോട് പറഞ്ഞു, നിങ്ങൾ സ്വലാത്ത് റസൂലുള്ളാഹിന്റെ മേലെ ചൊല്ലുക, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന സ്വലാത്ത് ചൊല്ലുക ഉമ്മ. ഉമ്മ ആ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി ഓക്സിജൻ വെച്ചു. കാരണം സ്വലാത്ത് ചൊല്ലിയാൽ എന്ത് വലിയ രോഗവും ശിഫയാകും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ, ഓപ്പറേഷൻ സക്സസ് ആയിട്ടുണ്ട് എന്ന്. സ്വലാത്തിനെ കാര്യം പരിഹരിക്കാത്ത വേറെ ഒരു പ്രശ്നം ലോകത്തിൽ ഇല്ല. അതുകൊണ്ട് സ്വലാത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു. സ്വലാത്ത് ചൊല്ലി ഓക്സിജൻ വെച്ചപ്പോൾ ഉടനെ തന്നെ ഡോക്ടർ വന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ ഓപ്പറേഷനിലേക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക, എത്രയും പെട്ടെന്ന്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഓപ്പറേഷനിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ ഉമ്മാക്ക് ചിലപ്പോൾ ജീവൻ തിരിച്ചു കിട്ടില്ല എന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞാൻ മകനാണെന്ന് ഡോക്ടർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇത് കേട്ടപ്പോൾ എനിക്ക് പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ പൊട്ടിക്കരഞ്ഞു. അപ്പൊ ഡോക്ടർ, സോറി നീ മകനായിരുന്നു, ഞാൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉച്ചാനോടൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എന്തായി പെർമിഷൻ കൊടുത്തു. അങ്ങനെ ഓപ്പറേഷനിലേക്കുള്ള റെഡിയും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. അങ്ങനെ ഉച്ചയാകുമ്പോൾ ഉമ്മാന്റെ സ്ഥിതി വളരെ മോശമായി, ക്രിട്ടിക്കലായി, പിന്നെ സീരിയസ് ആയി. പിന്നെ അവർ പറഞ്ഞു വെന്റിലേറ്ററിലേക്ക് മാറ്റണം. വെന്റിലേറ്ററിലേക്ക് പോകാൻ അവർ ഞങ്ങളോട് അനുവാദം ചോദിച്ചു. പിന്നെ എന്ത് ചെയ്യും, വെന്റിലേറ്ററിലേക്ക് മാറ്റില്ലെങ്കിൽ ഉമ്മാന്റെ ജീവൻ തന്നെ നഷ്ടം. വെന്റിലേറ്റർ കൊണ്ടുപോയാലും രക്ഷപ്പെടുമെന്ന് യാതൊരു വിശ്വാസം ഇല്ല, അത് അല്ലാഹു നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നൊക്കെ അവർ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ സൈൻ ഇട്ട് കൊടുത്തു. ഉമ്മാനെ പിന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയപ്പോൾ പിന്നെ എന്നോട് അവരൊക്കെ പറഞ്ഞു, നീ പോയി ഫ്രഷ് ആയി, നീ ഇപ്പോൾ രാവിലെ തന്നെ വന്നല്ല, ഉറക്കമില്ല, നീ വീട്ടിലേക്ക് പോയിക്കോ, ഫ്രഷ് ആയിട്ട് വാ, ഉമ്മ കുഴപ്പമില്ല, വെന്റിലേറ്ററിലുണ്ട്, ഒന്നും ആവില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉറപ്പ് വരുത്തിയതിനു ശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് പോയി ഫ്രഷ് ആവാൻ വേണ്ടി പോയതാണ്. എൻ്റെ കുഞ്ഞ് ജനിച്ചിട്ട് 1.5 മാസമായിട്ടുള്ള, അപ്പം എൻ്റെ കുഞ്ഞിനെയും കാണാമല്ലോ എന്ന രീതിയിൽ ഞാൻ വീട്ടിലേക്ക് പോയി. കുഞ്ഞിനെ കണ്ടിട്ടെങ്കിലും മനസ്സിനൊരു സമാധാനം, സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിൽ ഞാൻ അങ്ങനെ ഫ്രഷായി കുളിക്കുന്ന സമയത്താണ് ആ ഒരു വാർത്ത കേട്ടത്. എൻ്റെ ഉമ്മ സീരിയസ് ആയി ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി എന്നുള്ള ആ ഒരു വാർത്തയാണ് ഞാൻ കേട്ടത്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് ഞാനിങ്ങനെ ഒരുങ്ങുമ്പോൾ അവരൊക്കെ പറഞ്ഞു, വേണ്ട ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, നീ വന്നിട്ട് കാര്യമില്ല, പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകണം. അവസാനമായിട്ട് ഉമ്മാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റില്ലെന്നൊരു ദുഃഖമില്ല. കാരണം അവസാനമായി ഹബീബിന്റെ മേലെ സ്വലാത്ത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഉമ്മ ഓക്സിജൻ വെച്ചത്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരൊക്കെ ഉമ്മാക്ക് അവസാനമായി വെള്ളം ഇറ്റ് കൊടുക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് അവരൊക്കെ ഉമ്മാന്റെ വെള്ളം കൊടുത്തിരുന്നത്. ആ വെള്ളമൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു. അവസാനമായി ഉമ്മാന്റെ മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് ഒരു ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നിയെങ്കിലും പിന്നീട് ഉമ്മാന്റെ മയ്യത്ത് കണ്ടിട്ടാകുമ്പോഴാണ് എനിക്ക് അൽഹംദുലില്ലാ ഉമ്മാന്റെ ആ ഒരു ചിരിക്കുന്ന, ആ പ്രകാശിക്കുന്ന, ആ ഒരു ചിരിക്കുന്ന ഒരു മുഖം കണ്ടിട്ടാകുമ്പോൾ എൻ്റെ ദുഃഖമെല്ലാം പോയി. അൽഹംദുലില്ലാ.
അള്ളാഹുവിലേക്ക് ഉമ്മ ചിരിച്ചുകൊണ്ടാണ് യാത്ര പോയതെന്നറിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. ആ ഒരു നല്ല മരണം എനിക്ക് എൻ്റെ ഉമ്മാക്ക് കിട്ടിയെന്ന് ആ ഒരു സന്തോഷത്തോടു കൂടി എനിക്ക് പിന്നെ സമാധാനമായി. അൽഹംദുലില്ലാ. ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്നത് ഈ ഒരു വർഷമാകുമ്പോൾ എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ ഓർമ്മ വരുന്നു. അവിടെ ICU റൂമിൽ ആ ഓക്സിജൻ വെച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു രംഗം എല്ലാവർക്കും ജീവിതത്തിൽ വരാനുണ്ട്. അവിടെ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമ്മൾക്ക് ചിന്ത വരുന്നത് നമ്മളെ മക്കളെ കാണാൻ പറ്റുന്നില്ലല്ലോ, നമ്മൾക്ക് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ, ഇനി പോകുന്നത് മരണത്തിലേക്കാണല്ലോ. അപ്പം നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, മക്കൾ സ്വാലിഹീങ്ങളായിട്ടുണ്ടെങ്കിൽ, ഈമാനോട് കൂടെ ലാ ഇലാഹ ഇല്ലെന്ന് പറഞ്ഞാൽ മരിക്കാൻ ഒരു ഭാഗ്യം കിട്ടുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മരണം നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാ അല്ലെങ്കിൽ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പുഞ്ചിരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം കിട്ടാൻ ആ ഒരു അന്ത്യം, ആ ഒരു അവസാന നിമിഷം നല്ലതാവാൻ വേണ്ടി അതിനുള്ള കർമ്മം ചെയ്യുക, അതിനുള്ള മക്കളെ നമ്മൾ വളർത്തുക, അതിനുള്ള ഒരു ഈമാൻ. എൻ്റെ ഉമ്മ മരണപ്പെട്ട് ഒരു വർഷം തികയുന്ന ഈ ഒരു വേളയിൽ എൻ്റെ ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. കാരണം എൻ്റെ 8ാമത്തെ വയസ്സിലും എനിക്ക് എൻ്റെ ഉപ്പാനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഉമ്മയെ എനിക്ക് നഷ്ടപ്പെട്ട് ഉമ്മയും രണ്ടുപേരും അള്ളാഹുവെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അള്ളാഹു ഉമ്മാക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ എല്ലാ മാതാപിതാക്കൾക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഉമ്മ മരണപ്പെട്ട് ഒരു വർഷം തികയുമ്പോൾ എനിക്കിത് പറയേണ്ടി വന്നത് നിങ്ങൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ ഒരു ആമീൻ കിട്ടും. എൻ്റെ ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യും. എൻ്റെ ഉമ്മാനെ നിങ്ങൾ ഓർക്കണം. ഞാൻ ഈ വീഡിയോ ഇസ്ലാമികപരമായ വീഡിയോ ചെയ്യാൻ കാരണക്കാരൻ എൻ്റെ ഉമ്മ തന്നെയാണ്. ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് തരുന്നതും, ഞാൻ എന്ത് ഇസ്ലാമികപരമായ വീഡിയോ ഇട്ടാലും അത് ഉടനെ തന്നെ സ്റ്റാറ്റസ് ഇട്ടു എൻ്റെ ഉമ്മ അഭിമാനം കൊള്ളുമായിരുന്നു. എങ്ങനെ ചെയ്യണം, ഈ വീഡിയോ ചെയ്യണമെന്ന് എപ്പോഴും ഉമ്മ പറയുന്നുണ്ടായിരുന്നു. ആ ഉമ്മാൻ്റെ വോയിസ് കേൾക്കാത്ത ഒരു വർഷം ഇന്ന് തികയാണ്. ഉമ്മാക്ക് ഫോൺ വിളിക്കാത്ത ഒരു വർഷം തികയാണ്. അതിൻ്റെ ഒറ്റപ്പെടൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഉമ്മയെ നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഉമ്മയോട് സംസാരിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ദുഃഖം അറിയുകയുള്ളൂ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഉമ്മമാരെ നിങ്ങൾ നന്മ ചെയ്യുക. കണ്ണുള്ളവർക്ക് കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ ഉമ്മയുള്ളവർക്ക് ഉമ്മയുടെ വില അറിയണമെന്നില്ല. അത് നഷ്ടപ്പെട്ടാലേ നമുക്ക് അറിയുകയുള്ളൂ. നമ്മൾ ശരിക്കും നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ആ വീട് ഒറ്റപ്പെട്ടു പോകും. നമ്മൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ, എന്തെങ്കിലും വിഷമം വന്നാൽ ഒന്ന് ദുആ ചെയ്യാൻ ആ കരങ്ങളില്ല എന്നറിയുമ്പോൾ വല്ലാത്തൊരു ദുഃഖം തന്നെയാണ്. അള്ളാഹു ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് ആഫിയത്തോടുകൂടിയുള്ള ആരോഗ്യം, ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.